ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കൊട്ടാരക്കരയിലുള്ള മീൻപുലിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഞാനും അമ്മയും അപ്പയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അപ്പയുടെ ഓഫീസ് വരെ ഒന്ന് പോകണമായിരുന്നു. അതപ്പോൾ പോകുന്ന വഴി തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി. അപ്പം പോയപ്പോഴത്തേന് അവൾ കയറിയിരുന്നു ഗിയറിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റെല്ലാം അടിച്ചപ്പോഴത്തേന് അപ്പം പയ്യെ അമ്മയുടെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പയ്യെ കിടന്നുറങ്ങുക. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നിങ്ങളായിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ. കൊള്ളായിരുന്നു, നല്ല അടിപൊളി സൈലൻറ്റ് സ്പോട്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എല്ലാ സൈഡിലും പോവാം. അങ്ങോട്ടെല്ലാം പോകാനുള്ള വഴിയുണ്ടായിരുന്നു. അവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പോലെ കുറച്ച് റൈഡെല്ലാം ഉണ്ടായിരുന്നു. അപ്പൂനും എവിടെ പോയതിന് കുറേ ഡക്കുണ്ട്. കൊണ്ട് വന്നിട്ട് അവിടെ പോയി ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. കുറേ വർഷം കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളിലെല്ലാം കയറിയിട്ട് അപ്പുമായിട്ട് കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് നടന്ന്. ഇതിങ്ങനെ നീങ്ങിയിട്ട് കിടക്കും. അപ്പം കുറേ നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ അങ്ങോട്ട് നടന്നെല്ലാം കണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞങ്ങൾ പകുതിക്ക് വെച്ച് കുറേ നടക്കാനുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് നമ്മൾ നിന്നടുത്തോട്ട് തന്നെ അങ്ങ് വന്ന്. പിന്നെ അവിടെ പാറക്കെട്ടിൻ്റെ അവിടെ പോയി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അമ്മ പോയി, അത് കഴിഞ്ഞ് പയ്യെ ഞാനും പോയി. അപ്പോൾ വന്നില്ല, അപ്പോൾ അവിടെ സ്റ്റെപ്പിൽ ഇരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് അവിടെ കാറ്റെല്ലാം കൊണ്ട് വെള്ളത്തിനകത്തെല്ലാം കാലിട്ട് നനച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ നല്ല തണുത്ത വെള്ളമായിരുന്നു. പിന്നെ മഴയെല്ലാം ആയതുകൊണ്ട് കുറച്ച് വെള്ളം കലങ്ങിയെല്ലാമായിരുന്നു താഴോട്ട് വരുന്നത്. പിന്നെ ഫസ്റ്റ് കാണിച്ചാൽ അവിടെ നിന്നാണ് ഈ ഒരു വെള്ളം താഴോട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. പിന്നെ അപ്പു ഭയങ്കര വാശിയായിരുന്നു. അപ്പൂന് കാല് നനയ്ക്കണമെന്ന് പറഞ്ഞാൽ കാല് നനച്ചിട്ട് പിന്നെ അപ്പൂന് അത് ഇറങ്ങണമെന്നായി. അപ്പൂനെ ആ വെള്ളത്തിനകത്ത് അങ്ങോട്ട് ഇറക്കാത്തതിനുള്ള വാശിയാണ് ഈ കിടന്ന് കാണുന്നത്. അങ്ങോട്ട് ഇറക്കാത്തതിനാണ് അവളെ കാല് ഇതാക്കണം എന്ന് പറഞ്ഞ് കൊണ്ട് കാല് നനപ്പിച്ച്. പക്ഷെ അവൾക്ക് അത് ഇറങ്ങണമെന്ന്. ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒഴുക്കുമുണ്ട്. ഇനി കൊണ്ടുപോകത്തില്ല, എവിടെ കൊണ്ടുപോകത്തില്ല. ഞങ്ങൾ 3 പേരോട് അവിടെ കുറച്ച് നേരം ഇരുന്നു, ഊഞ്ഞാലെല്ലാം ആടി. അവിടെ 2 ബട്ടർഫ്ലൈ ഇരിക്കുന്നു കേട്ടാ. പിടി പിടി, ഓട് ഓട്, പിടി, ഓട് ഓട്. അയ്യേ, അപ്പൂന് പേടിയായതുകൊണ്ട് അപ്പു ആ ബട്ടർഫ്ലൈയുടെ അടുത്തോട്ട് പോകാൻ നിന്നില്ല, വലുതായിട്ട് മാറി നിൽക്കുകയായിരുന്നു. പിന്നെയാണ് അപ്പ പറയുന്നത് നമ്മൾ നടന്ന് പോകുമ്പോൾ അവിടെ കുറേ ബട്ടർഫ്ലൈ ഉണ്ടെന്ന്. പിന്നെ നടത്ത കൂടുതലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ നടന്നു നിന്നില്ല, അവിടെ തന്നെ ഇരുന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് സിപ്പൊക്കെ കൂടെ എല്ലാം കുടിച്ച് അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഫുഡെല്ലാം കൊണ്ടാണ് പോയത്. അവിടെ പോയി എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഫുഡെല്ലാം റെഡിയാക്കിക്കൊണ്ടാണ് ഉച്ചത്തേക്കുള്ള. ഇവളെ വാശി കാരണം പിന്നെ ഫുഡൊന്നും അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇറങ്ങിയതാണ്.
ഫുഡെല്ലാം കൊണ്ടാ പോയത്, പക്ഷെ ഒന്നും പറ്റിയില്ല. അവൾ നോക്കി ഫുഡെല്ലാം കൊണ്ടോട്ട് അവളിപ്പം വലിയ പഴം തിന്നുന്നു. അമ്മയ്ക്ക് എന്താണ് അപ്പൂനെ കുറിച്ച് പറയാനുള്ളത്? ഈ പെണ്ണെ കൊണ്ട് ഓരോടുത്ത് പോയിട്ടില്ലല്ലോ. ഈ പെണ്ണിച്ച് വളർന്നിട്ടൊക്കെ ഉള്ളു എവിടെയെങ്കിലും പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ നോക്കത്തില്ല. അതല്ല കറഞ്ഞു എനിക്ക് വിശക്കുന്ന അവൾക്ക് പരം എനിക്കൊന്നുമില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.